സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരണം ഇന്നും തുടരും. SITയും ലീഗൽ മെട്രോളജി വിഭാഗവും സന്നിധാനത്ത് തുടരുകയാണ്. പാളികളുടെ കാലപ്പഴക്കം കണ്ടെത്താനായി സാമ്പിൾ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയക്കും. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രവീൺ, ഇന്നലെ ആരംഭിച്ച SITയുടെ സാമ്പിൾ ശേഖരണം അത് ഇന്നും തുടരും. എന്തൊക്കെയാണ് SITയുടെ തുടർ നീക്കങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രുതി കീർത്തന. സന്നിധാനത്ത് ഇന്നും SITയുടെ പരിശോധന തുടരും. ഇന്ന് പ്രധാനമായും ശ്രീകോവിലിലെ പാളികൾ അതിന്റെ സാമ്പിൾ ശേഖരിക്കുക എന്നുള്ളതാണ് SIT ലക്ഷ്യമിടുന്നത്. ഇന്നലെ 12-ഓടുകൂടി SIT സംഘം പമ്പയിലെത്തുകയും അതിനുശേഷം മല കയറി അവർ സന്നിധാനത്തേക്ക് എത്തുകയുമായിരുന്നു. ഉച്ചതിരിഞ്ഞാണ് ഈ പരിശോധന ആരംഭിച്ചത്. ആദ്യം ശ്രീകോവിലിന്റെ പുറകുവശത്തുള്ള പാളികൾ അത് ഇളക്കി മാറ്റുകയാണ് സംഘം ചെയ്തത്. വിദഗ്ധ സംഘവും SIT-ഓടൊപ്പമുണ്ട്. അതിനുശേഷം ദ്വാരപാലക ശില്പപാളികൾ, ഒപ്പം തന്നെ ഇതിന്റെ ശ്രീകോവിലിന്റെ രണ്ടു വശങ്ങളിലുമുള്ള തൂണുകൾ, അതിലെ പാളികൾ എല്ലാം തന്നെ ഇളക്കി മാറ്റി പ്രത്യേകം മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് സാമ്പിൾ ശേഖരിക്കുക. ഇതിനു മുമ്പ് 2 തവണ SIT സന്നിധാനത്തേക്ക് എത്തുകയും ഈ ഒരു സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് സാമ്പിൾ ശേഖരണം നടത്തുകയും ചെയ്തിരുന്നു. നവംബർ 17-ന് ആദ്യം SIT എത്തുകയും അന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ അത് അഴിച്ചുമാറ്റി സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതാണ് വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചത്. പക്ഷേ ആ സാമ്പിൾ പരിശോധിച്ചതിലൂടെ ഒരു കൃത്യത വരുത്താൻ, അതായത് SIT എന്തൊക്കെയാണോ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ ശാസ്ത്രീയ പരിശോധനയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് SITയെ പ്രതിസന്ധിയിലാക്കിയത്. അതുകൊണ്ടാണ് അവർ വീണ്ടും ഇപ്പോൾ സന്നിധാനത്ത് ഒരു പരിശോധനയിലേക്ക് കടക്കുന്നത്. ഇന്നലെ ഏകദേശം ഒരു 2 മണിക്കൂർ സമയത്തോളം വിശദമായിട്ടുള്ള പരിശോധന നടന്നിരുന്നു. ഇന്നും SITയുടെ പരിശോധന തുടരും. SIT സന്നിധാനത്ത് തന്നെ തുടരുകയാണ്. പ്രധാനമായും 98-ൽ വിജയ് മല്യ സമർപ്പിച്ച പൊതിഞ്ഞ സ്വർണത്തിന്റെ കണക്ക്, അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് രജിസ്റ്ററിൽ നിന്നും കണ്ടെത്താൻ SITക്ക് അന്വേഷണത്തിലൂടെ കഴിഞ്ഞിരുന്നു. ആ സ്വർണം അത്ര അളവിൽ തന്നെ ഇവിടെ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് SITയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്നുള്ളത്. അതിന്റെ ഭാഗമായാണ് ഈ സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം പരിശോധനകളിലേക്ക്, ശാസ്ത്രീയ പരിശോധനകളിലേക്ക് SIT പോകുന്നത്. ഏതായാലും ഇന്നും വിശദമായിട്ടുള്ള പരിശോധന തുടരും. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വർണം പൊതിഞ്ഞിട്ടുള്ളത് ശ്രീകോവിലിന്റെ മുകൾ വശത്താണ്, റൂഫിലാണ്. പക്ഷേ ആ ഭാഗത്തേക്ക് കൂടുതൽ പരിശോധനയ്ക്കായി, ശാസ്ത്രീയ പരിശോധനകൾക്കായി, കാലപ്പഴക്ക പരിശോധനകൾക്കായി SIT സംഘം സന്നിധാനത്ത് തുടരുകയാണ്. മാറ്റിയ പാളികൾ ഭാഭ അറ്റോമിക് സെന്ററിലേക്ക് അയച്ചു പരിശോധന നടത്തും. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.